സാർ ഞങ്ങൾ പ്രസ് ക്ലബ്ബിലെ ജേർണലിസം വിദ്യാർത്ഥികളാണ് സാർ. ഞങ്ങൾ മെജോറിറ്റി ഓഫ് നമ്മളെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ 29th IFK. അപ്പം സാർ അതിനെക്കുറിച്ചൊന്ന് പറയാമോ, എന്തൊക്കെയാണ് കാര്യങ്ങൾ? അല്ല, എന്തായാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും. ഞങ്ങളൊക്കെ ഇതിനു മുമ്പും കുറച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, വൺസ് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ നമ്മളുടെ കുഞ്ഞു കുഞ്ഞു തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാ വർഷവും നമ്മളിവിടെ എത്തും. അതിൻ്റെ ഒരു വലിയ തെളിവാണ് ഈ കാണുന്ന ക്രൗഡ്. നമ്മുടെ നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മലയാളികൾക്കും പുതിയ തലമുറയിലുള്ള ആൾക്കാർക്കും ഒക്കെ ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഫെസ്റ്റിവലിൻ്റെ ഒരു ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 29ാമത്തെ ഈ ഫെസ്റ്റിവലിനും മുടങ്ങാതെ 29 ഫെസ്റ്റിവലിലും പങ്കെടുത്ത ഒട്ടനേകം ആൾക്കാരുണ്ട്. അപ്പോൾ കുറച്ച് ഫെസ്റ്റിവലുകളിൽ പങ്കെടുത്ത ആളെന്നുള്ള രീതിയിൽ ഒരു പുതിയ ആളെന്നുള്ള നിലയിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് നിങ്ങളോട് സംസാരിക്കാൻ. കാരണം ഓരോന്നും കാണും. ഗംഭീര പാക്കേജാണ്. ഇന്ത്യയിലുള്ള മറ്റ് ഫെസ്റ്റിവലുകളെ അപേക്ഷിച്ചിട്ട് സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏറ്റവും നല്ല സിനിമകൾ, അതായത് അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമകൾ, പല ഫെസ്റ്റിവലുകളിലും പ്രേക്ഷക പ്രശംസ ലഭിച്ചിട്ടുള്ള സിനിമകളൊക്കെ നമ്മുടെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് ഓരോ മേളയും ഒന്നിനൊന്ന് മെച്ചമാകുന്ന രീതിയിലാണ്. നമ്മുടെ അഭിമാന മേളയാണ്. അത് അഭിമാനത്തോടുകൂടി തന്നെയാണ് ഈ പ്രാവശ്യവും നടത്തപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാർ എത്രാമത്തെ ഫിലിം ഫെസ്റ്റിവലാണ്? എൻ്റെ ഓർമ്മയിലൊരു 10-12 ആയിട്ടുണ്ടാവും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞ 6 മേളകളിലായിട്ടുണ്ട്. അതിന് മുൻപ് ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതൊക്കെ ചില തിരക്കുകളൊക്കെ വരുമ്പോൾ സംഭവിക്കുന്നതാണ്. കാരണം നമ്മൾ ഈ എക്സ്പീരിയൻസ്, ഈ സിനിമ കാണലും, ഈ ഓപ്പൺ ഫോറവും, ഈ ചർച്ചയും ഒന്നും വേറെ ഒരു സ്ഥലത്തും സാധ്യമല്ല. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു.